പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വേനൽക്കാലത്ത് നിരവധിയായ കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ഇഴജന്തുക്കളിൽ നിന്നുകൂടി സുരക്ഷിതമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെ. പൊതുവിൽ ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂട് അത് ഈ ഇഴജന്തുക്കൾക്ക്, അതായത് പാമ്പ് വർഗത്തിൽപ്പെട്ട ജീവികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അതിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുവെങ്കിൽ ആ ജീവികൾ, പ്രത്യേകിച്ച് പാമ്പുകൾ, കുറച്ചുകൂടി താപനില കുറഞ്ഞ ഇടങ്ങൾ തേടി സഞ്ചരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വാഭാവികമായി നമുക്കറിയാം, ഇപ്പോൾ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. സാധാരണ ഈ ഇഴജന്തുക്കൾ അധികവും കാടിന് സമാനമായ അല്ലെങ്കിൽ കൂടുതൽ പുല്ലും കാട് പടലങ്ങളും ഒക്കെയുള്ള ഇടങ്ങളിൽ ആണ് തങ്ങുന്നത്. പക്ഷേ ചൂട് കൂടിയതോടുകൂടി പല പ്രദേശങ്ങളിലും പുല്ലുകളും കാടുകളും ഒക്കെ കത്തിക്കരിഞ്ഞ നിലയിൽ ആണ് ഉള്ളത്. അപ്പോഴാണ് പച്ചപ്പ് തേടി കൂടുതൽ, അല്ലെങ്കിൽ തണുത്ത സാഹചര്യം തേടി കൂടുതൽ പാമ്പുകൾ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും വീടുകൾക്ക് സമീപത്തേക്ക് പാമ്പുകൾ അധികമായി എത്തുന്നത് എന്നതാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ കണക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ഇത് രേഖാമൂലം ലഭിച്ചിട്ടുള്ള കണക്കുകൾ മാത്രമാണ്. ഒരു പക്ഷേ ഈ പാമ്പുകടിയേറ്റ് രാജ്യത്ത് നിരവധിയായ ആളുകൾ, നമ്മുടെ രാജ്യത്ത് നിരവധിയായ ആളുകൾ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട് എന്നും അതിൽ തന്നെ കണക്കുകൾ, അതായത് ആശുപത്രികളിൽ എത്താതെ പാമ്പ് കടിച്ചു എന്നൊക്കെ സ്ഥിരീകരിച്ച് ആ ഒരു പശ്ചാത്തലത്തിൽ അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്ന വിവരം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ഈ ഡേറ്റ എന്നത് 2023 രാജ്യത്ത് പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ വിവരം, അതോടൊപ്പം 2024, 2025 എന്നീ കണക്കുകളാണ്. അതായത് 183 പേർ 2023, 2024 അത് 370 ഉയർന്നു, 2025 അത് 431 ഉയർന്നിരിക്കുകയാണ്. അവിടെയാണ് പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടത്, ഒരു പക്ഷേ ഈ രേഖാമൂലമുള്ള കണക്കുകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന എന്ന് പറയുന്നത്. ഇത് ലോക്സഭയിൽ ഒരു MP സർക്കാരിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച ഉത്തരം ആണ് എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളം പൊതുവെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം ആണ്. ഒരു പക്ഷേ നമുക്കറിയാം, ഈ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനം കേരളം എന്നുള്ളതാണ്. അതിന് കാരണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പാമ്പുകടി ഏൽക്കുക, പട്ടി കടിക്കുക, ഇങ്ങനെയൊക്കെയുള്ളവ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രകാരമുള്ള കണക്കുകൾ ആണ് ഇത്. അതിൽ 2023 24 കാലഘട്ടത്തിൽ 34 കേസുകൾ ആണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2024-25 30 കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 12 മാസത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 19 പേർ ആണ് പാമ്പുകടിയേറ്റ് മരിച്ചതായി ഇപ്പോൾ ഔദ്യോഗികമായി കേരളത്തിൽ രേഖകൾ ഉള്ളത് എന്നതാണ്. ഇത് സാങ്കേതികമായി ഏതാണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ പൂർണ്ണമായ റിപ്പോർട്ടുകൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. അത് പരിശോധിക്കുമ്പോൾ എന്തായാലും 2023 നിന്ന് 2024 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ എണ്ണത്തിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുമാത്രവുമല്ല, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 19 പേർ ആണ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. പ്രിയ പ്രേക്ഷകരെ, അവിടെ ഓർമ്മിപ്പിക്കേണ്ടത് തീർച്ചയായും വേനൽക്കാലമാണ്. നമ്മൾ ചെറിയ അശ്രദ്ധ മൂലം ഒരു പക്ഷേ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. അതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. ആ കുടുംബത്തെ നമുക്ക് ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. കാരണം 2 കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ എന്നാണ് അവർ കരുതിയത്. അതായത് കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുന്നു, ആശുപത്രിയെ സമീപിക്കുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവരുടെ ബെഡ്റൂമിൽ ഇത്തരത്തിലൊരു ശംഖുവരയനെ പോലെയുള്ള ഒരു പാമ്പ് ഉണ്ടാകുമെന്നും അത് കടിച്ചാണ് കുട്ടികൾക്ക് ഈ അസ്വസ്ഥത ഉണ്ടായത് എന്നും. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇനിയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വളരെ നിസ്സാരം എന്ന് കരുതുന്ന വിഷയങ്ങളിൽ ഒരല്പം ജാഗ്രത പുലർത്തിയാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാം. അതിൽ എടുത്തു പറയേണ്ടത്, നമ്മുടെ വീടിനും പരിസരവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. അവിടെയാണ് ഈ കുറ്റിക്കാടുകൾ, കളകൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യുവാൻ എല്ലാ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളത്. കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം നമുക്കറിയാം. ഒരു പക്ഷേ നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളിൽ മാത്രമായിരിക്കും വളരെ ചെറിയ സ്ഥലത്ത് വീടുകൾ ഉള്ളത്. മറ്റെല്ലാവർക്കും ഒരു വീടും പരിസരവും ഉണ്ടാകും എന്നതാണ്. അപ്പോൾ വീടിന് മുറ്റം ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ വീടിന് മുറ്റത്തോട് ചേർന്ന് കൃഷിയോ അല്ലെങ്കിൽ വനപ്രദേശമോ ഉള്ളവർ തീർച്ചയായും അവരുടെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കളകൾ ഉണ്ടെങ്കിൽ
കുറ്റിച്ചെടികൾ ഉണ്ടായെങ്കിൽ അത് നശിപ്പിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം മലയാളികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നത് കൂടുതൽ ചെടികൾ വീടിനോട് ചേർന്ന് വെച്ചുപിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. പലരും പൂന്തോട്ടങ്ങൾ വീടിനോട് ചേർന്ന് ഒരുക്കുകയും വീടിനകത്തു പോലും ഇത്തരത്തിൽ ചെടിച്ചട്ടികളൊക്കെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ്. നമുക്ക് ആ തൃശ്ശൂരിലെ സംഭവം തന്നെ ഓർത്തെടുക്കേണ്ടത്. അത്രമേൽ സുരക്ഷിതം എന്ന് കരുതിയിരുന്ന ഒരിടത്താണ് പാമ്പുകടിയേറ്റ് ഒരു കുട്ടി മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടിച്ചട്ടികൾ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമാകുന്നത് നമ്മൾ പരിലാളിച്ചു വളർത്തുന്ന ചെടികൾ, അതിന് നമ്മൾ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് സ്വാഭാവികമായും സംരക്ഷിക്കാറുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈർപ്പം ഏറ്റവും അധികം ഉള്ള സാധ്യത ഈ ചെടിച്ചട്ടികളും അതിന് സമീപത്തുമാണ്. അതുകൊണ്ട് തന്നെ വീടിനോട് ചേർന്ന് ചെടിച്ചട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ഒപ്പം പ്രത്യേകിച്ച് പറയേണ്ട ഒന്ന്, ഇപ്പോൾ ഗ്യാസിന് വലിയ ക്ഷാമം നേരിടുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടമ്മമാർ കൂടുതലായി വിറക് അടുപ്പുകളെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇപ്പോൾ ജൻസികൾ പോലും വിറകടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ നമ്മൾ കൗതുകത്തോടു കൂടി കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലടക്കമുണ്ട്. അവിടെയാണ് നമ്മൾ വിറക് കെട്ടുകൾ, ഒരു പക്ഷേ പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഇത് അറിയാമായിരിക്കാം, ഈ വിറക് കെട്ടുകൾ പലപ്പോഴും വീടിനോട് ചേർന്നാണ് നമ്മൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് അടുക്കളയുടെ ഭാഗങ്ങളിൽ. ഒപ്പം അടുക്കളയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയാണ് വിറക് കെട്ടുകൾ ചേർത്ത് വെക്കുന്നത്. അവിടെയാണ് ഈ വിറക് കെട്ടുകൾ എന്നത് പാമ്പുകൾക്ക് ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരു ഇടമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. മറ്റൊന്ന്, പലപ്പോഴായി നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ്, ഇഴജന്തുക്കൾ നമ്മുടെ പാദരക്ഷകളിൽ പതിയിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്കടക്കം കടിയേറ്റിട്ടുള്ള സംഭവമുണ്ട്. വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ട സംഭവങ്ങളുണ്ട്. പല CCTVകളിലും അത്തരം ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉറപ്പായും നിങ്ങൾ ഷൂ ധരിക്കുന്നവർ ആണെങ്കിൽ, ചെരുപ്പ് ധരിക്കുന്നവർ ആണെങ്കിൽ അത് വീടിന് പുറത്താണ് പലപ്പോഴും സൂക്ഷിക്കാറുള്ളത്. ഈ ചെരുപ്പിന് അകത്ത് ഇപ്പോഴത്തെ താപനിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈർപ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പാമ്പുകൾ പലപ്പോഴും ഈ ഷൂവിലും ചെരുപ്പിലുമൊക്കെ ഒളിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യം നിങ്ങൾ തിരിച്ചറിയുക. മറ്റൊന്ന്, ഭക്ഷണ അവശിഷ്ടങ്ങൾ പരിസര പ്രദേശങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, വളർത്തു മൃഗങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു നേരത്തെ കോവിഡ് കാലത്തെക്കുറിച്ച്. അതുപോലെ തന്നെ കോവിഡ് കാലത്തുണ്ടായ വലിയൊരു മാറ്റമാണ് നമ്മൾ ഈ വീട്ടിലെ ഓമന മൃഗങ്ങളെ കൂടുതലായി വളർത്തി തുടങ്ങി എന്നുള്ളത്. പട്ടിയും പൂച്ചയും ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ രണ്ട് ജീവികളുടെയും പ്രത്യേകത, ഈ ജീവികൾ പലപ്പോഴും പാമ്പുകളെ വീട്ടിലേക്ക് എത്തിക്കുന്ന ജീവികൾ ആണ് എന്നുള്ളതാണ്. ഈ ജീവികൾ പലപ്പോഴും ഈ പാമ്പുകളുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയും ഒരു ചെറിയ ചിലപ്പോഴെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൗതുകകരമായി ഈ പാമ്പും പൂച്ചയും പട്ടിയും ഒക്കെ ഇടപെടുന്നത്. അത് ഒരു പക്ഷേ ഈ പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന്, പൂച്ചയുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇഴജന്തുക്കൾ ഒരു പക്ഷേ വീടിനകത്തേക്ക് കയറി വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഓമന മൃഗങ്ങളെ വളർത്തുന്നവർ തീർച്ചയായും അക്കാര്യങ്ങൾ കൂടി സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വീടിന് പരിസരങ്ങളിൽ ആയി മാളങ്ങൾ, പൊത്തുകൾ ഉണ്ട് എങ്കിൽ അത് ഉറപ്പായും അടയ്ക്കാൻ ഒരു മടിയും കാണിക്കരുത് എന്നതാണ്. കാരണം ഈ മാളങ്ങളും പൊത്തുകളും ഉണ്ടെങ്കിൽ രണ്ട് അപകടങ്ങൾ ആണുള്ളത്. അതിൽ ഒന്ന്, ഈ പാമ്പുകൾ തന്നെ അവിടെ പതിയിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, എലികൾ ആണ്. എലികൾ പലപ്പോഴും ഇത്തരം മാളങ്ങൾ, എലികളുടെ മാളങ്ങൾ ആയിരിക്കും, അത് എലിമാളമാണല്ലോ എന്ന് നമ്മൾ കരുതുകയും അവിടെ ഒരു പക്ഷേ ഈ എലി വന്നു പോകുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ടാകാം. അവിടെ പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഈ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര എന്നത് എലിയാണ്. അപ്പോൾ സ്വാഭാവികമായും എലിയുടെ സാന്നിധ്യം ഉണ്ടായെങ്കിൽ ആ എലിയെ പിടിക്കുവാൻ വേണ്ടി പാമ്പ് അവിടെ എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ ഒഴിവാക്കുക എന്നതാണ്. ഇവിടെ പ്രേക്ഷകരെ ഒരു നമ്പർ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലോ പരിസര പ്രദേശങ്ങളിലോ പാമ്പുകൾ കാണുവാനുള്ള ഏറ്റവും സാധ്യത കൂടിയ ഒരു സമയമാണിത്. അതിന് കാരണം ഈ ചൂടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പ്രൊഫഷണൽ അല്ലാത്ത ആളുകളെ ഒരിക്കലും ഈ പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടി സമീപിക്കരുത്. മറിച്ച് അതിനുവേണ്ടി ഒരു സർക്കാർ സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഈ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം അനുസരിച്ച് 1800-425-4733 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവിടെ നിങ്ങൾക്ക് ഉറപ്പായും സഹായം ലഭിക്കും. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇനി ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചതിന് ശേഷവും പാമ്പുകടി ഏൽക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ നമ്മളിൽ പെട്ട ആളുകൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുട്ടികൾ, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പാമ്പുകടി ഏറ്റാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിൽ കാണുന്ന
ഇഴജന്തുക്കളിൽ, അതായത് പാമ്പുകളിൽ ഏതാണ്ട് 70% വിഷം ഇല്ലാത്ത പാമ്പുകൾ ആണ് എന്നതാണ്. 30% പാമ്പുകൾക്കാണ് ഈ വിഷമുള്ളത്. ഒരുപക്ഷെ കർഷകർക്കൊക്കെ അറിയാം, കർഷകരുടെ മിത്രം എന്നാണ് ചേര ഇനത്തിൽപ്പെട്ട പാമ്പിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത് പാടത്ത് അധികമായി കാണും. കർഷകർക്ക് അവരുടെ കൃഷി വിളകൾക്കിടയിലൊക്കെ ഈ ചേര എന്ന പാമ്പിനെ കാണും. അത് എലിയെ പിടിക്കും, മറ്റ് കീടങ്ങളെ പിടിക്കും. അതുകൊണ്ട് കർഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാമ്പാണ് ഈ ചേര എന്നത്. അതുപോലെയുള്ള നിരവധിയായ ഇഴജന്തുക്കൾ ഉണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ 30% പാമ്പുകളിൽ വിഷം ഉണ്ട് എന്നതുകൂടിയാണ്. ഏറ്റവും പ്രധാനമായി പറയുന്നത്, പാമ്പുകടി ഏറ്റാൽ ആ പാമ്പുകടി ഏൽക്കുന്ന ആൾ അനാവശ്യമായി ഭയപ്പെടരുത് എന്നതാണ്. ആ അവസരത്തെ നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ, ഏറ്റവും കരുതലോടുകൂടി അതിനെ നേരിടുക എന്നതാണ്. അതിനപ്പുറം ഭയപ്പെടരുത്. കാരണം ഒരു വ്യക്തി ഭയപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കും എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം. രക്തയോട്ടം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച പാമ്പിൻ്റെ വിഷം വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ സംക്രമണം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാമ്പുകടിയേറ്റാൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകരുത്. അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതാണ്. മറ്റൊന്ന്, പാമ്പുകടിയേറ്റ ആളിനെ കൂടുതൽ നടക്കാനോ ഓടാനോ ഒന്നും അനുവദിക്കരുത്. എവിടെ വെച്ചാണോ പാമ്പുകടി ഏൽക്കുന്നത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വാഹനത്തിലൂടെ കയറി ആ വാഹനത്തിലൂടെ ആശുപത്രിയിലേക്ക് എത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ നടക്കുമ്പോഴും ഈ കടിച്ച ഭാഗത്തെ അനക്കാതിരിക്കുക, അതായത് എവിടെയാണോ ക്ഷതം ഏറ്റിട്ടുള്ളത് അവിടെ നിന്ന് ഈ വിഷം കൂടുതൽ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യാനുള്ള അവസരം കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതാണ്. ഒപ്പം നമ്മൾ ഇറുകിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഭരണങ്ങൾ, അതോടൊപ്പം തന്നെ വാച്ച് പോലെ, അതായത് ശരീരത്തിൽ ഇറുകി നിൽക്കുന്ന ഏതൊരു വസ്തുവും, അത് ഒരു പക്ഷേ ബാൻഡുകൾ ആകാം, കയ്യിലും കാലിലുമൊക്കെ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നീക്കുക എന്നതാണ് മറ്റൊന്ന്. അതോടൊപ്പം ഈ പാമ്പുകടി ഏൽക്കുന്ന ആളുകളെ പലപ്പോഴും ഈ മേഖലയിൽ ഒരു വൈദഗ്ധ്യവുമില്ലാത്ത ആളുകളായിരിക്കും സമീപിക്കുക. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അവർ പറയും. അത് പറയുന്നതനുസരിച്ച് നമ്മൾ അത് ഇടപെടും. അവിടെ ഏറ്റവും സൂചിപ്പിക്കേണ്ടത്, പാമ്പുകടിയേറ്റാൽ ഉടനെ അവർക്ക് ആശ്വാസത്തിന് വെള്ളം കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത് എന്നതാണ്. കഴിയുന്നത്ര ഭക്ഷണവും വെള്ളവും ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പാമ്പുകടി കൊണ്ട ഭാഗം വൃത്തിയായി കഴുകാൻ ഏറ്റവും നന്നായി ശ്രമിക്കുക. അത് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഒരു പക്ഷേ തെരുവുനായ കടിക്കുമ്പോഴും നമ്മൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്ന ഒന്നാണ്, ആ ഭാഗം വൃത്തിയായി കഴുകുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന ഒന്നാണ്. അതായത് ഈ എവിടെയാണോ പാമ്പിൻ്റെ കടിയേറ്റത് അവിടെ ബ്ലേഡ് കൊണ്ടോ മറ്റായുധം കൊണ്ടോ ചെറിയ മുറിവുണ്ടാക്കി വളരെ പെട്ടെന്ന് രക്തം പുറത്തേക്ക് കളയുക. അതൊക്കെ ഈ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടുള്ള വിവരം ആണ് എന്നതാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അത് അപകടമാണ് വരുത്തി വെക്കുക. അത് പലപ്പോഴും ആ രക്തം പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായും പിന്നെ അവർ അപകടത്തിൽപ്പെടില്ലല്ലോ എന്നതാണ് അതിന് നൽകുന്ന വിശദീകരണം. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന് നമ്മുടേതായ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അതിപ്പോൾ ഈ മുറിവാകട്ടെ, എന്ത് മുറിവും ആകട്ടെ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ നമ്മുടെ ശരീരം അതിനെ തടയുവാൻ ശരീരം തന്നെ യാന്ത്രികമായി ചെയ്യുന്ന ചില പ്രവൃത്തിയുണ്ട്. അത് രക്തം കട്ട പിടിപ്പിക്കുക എന്നതാണ്. നമുക്കൊരു മുറിവുണ്ടായാൽ പലപ്പോഴും ഒരല്പം രക്തം പുറത്തേക്ക് പോകും. അതിനുശേഷം ആ രക്തപ്രവാഹം നിൽക്കും. അതിന് കാരണം നമ്മുടെ ശരീരം തന്നെ നടത്തുന്ന പ്രതിരോധ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ ബ്ലേഡ് വെച്ചൊക്കെ അവിടെ മുറിച്ച് രക്തം പുറത്തു കളയുമ്പോൾ. അതായത് രക്തം കട്ട പിടിക്കുവാനുള്ള അവസരം നഷ്ടമാവുകയും വലിയ തോതിൽ രക്തം വാർന്നു പോവുകയും അങ്ങനെ ഈ ക്ഷതമേറ്റയാൾ കൂടുതൽ തളർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ചിലരാകട്ടെ ഈ പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പഴമക്കാരായിട്ടുള്ളവർ ഈ മുറിവേറ്റ ഭാഗത്ത് നിന്ന് കടിച്ച് രക്തം പുറത്തേക്കെടുത്ത് തുപ്പിക്കളയുക എന്നതൊക്കെയാണ് ശീലം. അപ്പോൾ ആ വിഷം അടങ്ങിയ രക്തം പുറത്തു വരുമല്ലോ എന്നതാണ്. അതും അപകടകരമാണ്. അത്തരം പ്രവൃത്തികൾക്കൊന്നും നിൽക്കാതിരിക്കുക എന്നതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത്, കഴിയുന്നത്ര ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോവുക. അതോടൊപ്പം തന്നെ എവിടെയാണോ ആൻറ്റിവെനം, നമുക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ കൃത്യമായി തന്നെ ഈ ആൻറ്റിവെനം, അതായത് ഏത് പാമ്പാണോ കടിച്ചത് എന്നതിന് പരിശോധിക്കുന്നതിനപ്പുറം ഏത് പാമ്പ് കടിച്ചാലും അതിനെ പ്രതിരോധിക്കുന്നതിന് പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത്തരം ആശുപത്രികളെ തന്നെ തിരഞ്ഞെടുക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പറയുന്നത് പോലെ നിരവധിയായ വ്യാജ കേന്ദ്രങ്ങൾ ഉണ്ട്. പാമ്പുകടിയേറ്റ നാട്ടുവൈദ്യം പോലെയുള്ളവ ഇപ്പോഴും പരീക്ഷിക്കുന്ന, നമ്മളൊക്കെ സാക്ഷരതയിൽ ഏറ്റവും മുന്നിലാണ്, ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ 1 ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും
ഈ അറിവുള്ളവർ പോലും അബദ്ധവശാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ട് അത്തരം വ്യാജ കേന്ദ്രങ്ങളെ ഒന്നും തന്നെ നിങ്ങൾ ആശ്രയിക്കാതിരിക്കുക. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു രോഗിക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന തരത്തിൽ നിങ്ങൾ ഇടപെടുക. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ മാത്രം ശ്രമിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ, അനാവശ്യമായ നിരീക്ഷണങ്ങൾ എല്ലാം ഒഴിവാക്കുക. വേനൽക്കാലമാണ്. കൂടുതൽ ജാഗ്രത പുലർത്തിയാൽ നമുക്ക് പലപ്പോഴും ഒരു ജീവൻ രക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.